കഴിഞ്ഞ ദിവസം നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ച അല്ലെങ്കിൽ നമുക്കിപ്പോഴും അതിന്റെ ഒരു ഹാങ് ഓവർ ഒന്നും നമ്മളും വിട്ടിട്ടില്ല. തൃശ്ശൂര് മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ട് അപകടം. അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടമുണ്ട്. ചാനൽ തുറക്കുമ്പോൾ TV വെക്കുമ്പോൾ തന്നെ ഓരോ വാർത്തകൾ കാണുമ്പോഴും അവസ്ഥകൾ കാണുമ്പോഴും വിഷമമുണ്ട്. പക്ഷേ ഈ അപകടത്തെ വേറൊരു രീതിയിൽ കൊണ്ടെത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഒരു ടെക്സ്റ്റ് അതായത് ഒരു പോസ്റ്റ്, അതായത് ടെക്സ്റ്റ് ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇത് കണക്ട് ചെയ്യാണ്, അതായത് പഹൽഗാം ഭീകരാക്രമണവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ഈ നടക്കുന്ന നമ്മുടെ ഇപ്പൊ തൃശ്ശൂര് നടന്ന വെടിക്കെട്ട് അപകടത്തെ വലിയ രീതിയിലുള്ള ഒരു അപകടം പിടിച്ച കാര്യങ്ങളിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റുകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി, എന്തൊരു ഭീകരാവസ്ഥയാണ് നമുക്ക് മനസ്സിലാവും പ്രചരിക്കാൻ പോകുന്നത്. അതായത് ഇനി വരുന്ന അല്ലെ പുതിയ തലമുറയിലോട്ട് എത്താൻ പോകുന്നത് എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണെന്നുള്ളത് നമുക്ക് ആ കമന്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ശരിക്കും വേദനാജനകമായ ഒരു ദിവസത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസം, വേദനാജനകമായ ദിവസം എന്നല്ല ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തെ മറ്റ് നാടുകളിൽ മറ്റ് രാജ്യങ്ങളിൽ പോലും അടയാളപ്പെടുത്തുന്ന ഏറ്റവും സവിശേഷമായ ഒരു മഹോത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇതിന് സമാനമായ മറ്റൊരു ഉത്സവം നമുക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആരുടെയും അറിവിലില്ല. അപ്പോൾ ആ ഉത്സവത്തിന് വെടിക്കെട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത ഒരു പറ്റം കുടുംബസ്ഥന്മാർ എന്ന് പറയാം, ഒരു പറ്റം ആളുകൾ, മനുഷ്യർ അവിടെ ഈ മുണ്ടത്തിക്കോട് അവരുടെ ആ ഒരു പടക്ക നിർമ്മാണശാലയിൽ വെച്ചിട്ട് ഈ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ സത്യത്തിൽ കേരളം ഒന്നാകെ ആ സ്ഫോടനത്തോടൊപ്പം നടുങ്ങി വിറച്ചുപോയി എന്നുള്ളതാണ്. പത്രം എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ മാധ്യമ വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴൊക്കെ ആ വേദന നമ്മുടെ ഉള്ളിലുണ്ട്. അവർക്ക് നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ വിദ്യ പ്രസ്താവിച്ച അല്ലെങ്കിൽ ആ പറഞ്ഞു വന്ന ആ പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോഴും അതിനേക്കാൾ വലിയ ഭീകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമായിരുന്നു നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവര് ക്രിസ്തീയ ഭക്തിഗാനം ക്ഷേത്രത്തിൽ ആലപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശശികല അടക്കമുള്ള അതിനെ വാല് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ കുറെ ഹിന്ദു സംഘടനകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രചരണമുണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം. അപ്പൊ അത്തരത്തിലുള്ള പല സാഹചര്യങ്ങളിലൂടെയും വേണം നമ്മൾ കണ്ണോടിച്ചു പോകാൻ. ഇപ്പോഴുണ്ടായിരിക്കുന്ന ആ പോസ്റ്റ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ സത്യത്തിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഒരു മലയാളിയും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതുവരെ. എനിക്ക് ഇപ്പം ആ പോസ്റ്റിന് ഏകദേശം 3000-ലധികം കമന്റുകൾ തന്നെ ഞാൻ പരിശോധിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 3000-ലധികം കമന്റുകൾ ഉണ്ടാവണമെങ്കിൽ എത്ര പേരുടെ കൈകളിലേക്ക് ആ പോസ്റ്റ് എത്തിയിട്ടുണ്ടാവും എന്ന് നമുക്ക് സ്വാഭാവികമായി ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു പോസ്റ്റിന്റെ ഉള്ളടക്കം ഇതൊരു അട്ടിമറിയാണ് എന്ന് പറയപ്പെടുന്നു. ഒറ്റടിക്ക് പറഞ്ഞാൽ അട്ടിമറി. തൃശ്ശൂർ പൂരം പോലെയുള്ള മഹനീയമായ മഹോത്സവത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ നടത്തിയ ഒരു ഭീകരാക്രമണത്തിന്റെ തനത് ശൈലിയിലുള്ള ഒരു പ്രവർത്തനം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മാധ്യമ പ്രവർത്തകർ. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ മാധ്യമ പ്രവർത്തകരാണ്. മാധ്യമ പ്രവർത്തകരെ ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കമന്റുകൾ വരുന്നു. ഇവിടെ നമുക്കറിയാം പത്രങ്ങളിലും TV-കളിലും അടക്കം തൃശ്ശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. എത്രയോ കാലങ്ങളായി. ഇവിടെ മാധ്യമങ്ങൾ വന്നു തുടങ്ങിയ കാലം മുതൽ തന്നെ. ഇപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും തൃശ്ശൂർ പൂരത്തിന്റെ അതായത് കൊടിയേറ്റിനെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. ശനിയാഴ്ച മുതൽ കൊടിയേറ്റിനെ കുറിച്ച് വരുന്നുണ്ട്, ഒരുക്കങ്ങളെ കുറിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ ഇതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണ് നമ്മളെല്ലാവരും. നമുക്ക് ചിലപ്പോൾ അവിടെ വരെ പോയി ഇതൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ ഇതൊക്കെ കാണുന്നത് എങ്ങനെയാ? ഈ വരുന്ന വാർത്തകളിലൂടെയാണ് കാണുന്നത്. അത് നമ്മളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരും അവിടെ പോയത്. ഇപ്പൊ ഈ നമ്മൾ പറയുന്ന ഈ മാധ്യമ പ്രവർത്തകർ അവിടെ സൾഫർ കൊണ്ടുവന്നിട്ടിരുന്നു എന്നാണ് പറയുന്നത്. സൾഫർ അവിടെ കൊണ്ടുവന്നിട്ടു. അത് സൾഫർ ഓട്ടോമാറ്റിക്കായിട്ട് തീ പിടിക്കാൻ സാധ്യതയുള്ള ഒരു കെമിക്കലാണ്. അപ്പൊ അതവിടെ അതിനോടൊപ്പം കൊണ്ടുവന്നിട്ടിരുന്നു. അത് തീ പിടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള വാർത്തകൾ അല്ല, ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ, വാർത്തകൾ വന്നിട്ടില്ല. ഇപ്പൊ ഒരു മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഈ പറയുന്ന റിപ്പോർട്ടിങ്ങിനും ഇതിനും എല്ലാം പോയി നിന്നുള്ള ആൾക്കാരാണ്. നമ്മൾ എവിടെയെങ്കിലും അപകടം പിടിച്ച ഒരു സ്ഥലത്ത് നമ്മുടെ സെക്യൂരിറ്റി നോക്കാതെ നമ്മൾ എവിടെയെങ്കിലും വർക്ക് എടുത്തിട്ടുണ്ടോ? ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം നമ്മളുടെ തടി അവിടെ പോയി നിന്നിട്ട് അത്രയും വലിയ ഒരു വെടിമരുന്ന് ശേഖരം നിറഞ്ഞു നിൽക്കുന്ന ഒരു തൃശ്ശൂർ പൂരം പോലെ ഒരു വെടിക്കെട്ടിന് വേണ്ടിയിട്ട്, അതും തിരുവമ്പാടിക്കാരുടെ വെടിക്കെട്ടിന് വേണ്ടിയിട്ട് അവിടെ അത്രയും കാര്യങ്ങൾ ഒരുക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സെക്യൂരിറ്റി പോലും നോക്കാതെ അവിടെ പോയി വർക്ക് എടുത്തിട്ട് വരാൻ പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പൊട്ടന്മാരാണോ? അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു വെടിക്കെട്ട് അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ മാധ്യമങ്ങൾ എന്താ അത്രയ്ക്ക് നീചന്മാരാണോ മാധ്യമപ്രവർത്തകര്? അങ്ങനെയുള്ള ഒരു ഭാഗത്ത് റിപ്പോർട്ടിങ്ങിന് പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ലൈഫ് റിസ്കിനെ കുറിച്ച് എന്താണ് ഇവരാരും ചിന്തിക്കാത്തത്?
മാധ്യമപ്രവർത്തകർക്ക് ലൈഫ് റിസ്ക് ഉണ്ട്. ബാക്കിയുള്ള ആളുകൾ വീട്ടിലിരുന്നിട്ട് അവരുടെ സ്വീകരണ മുറിയിൽ ഇരുന്നിട്ട് ടെലിവിഷനിലോ അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിനകത്തോ വാർത്തകൾ കാണുമ്പോൾ ഒരു സമരമുഖത്ത് നിൽക്കുന്ന പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ അപകടത്തിന്റെ ചുറ്റുവട്ടത്തിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരനാണ് മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊമ്പില്ല, അവർക്ക് ലൈഫ് ജാക്കറ്റുകളോ അല്ലാന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് സാധനങ്ങളോ ഇല്ല. അതേസമയം ഈ വീട്ടിലിരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന ആളുകൾക്ക് അറിയില്ല അവിടെ പോയി ഈ കനത്ത ചൂടത്തും വെയിലാണെങ്കിൽ വെയിൽ, മഴയാണെങ്കിൽ മഴ, സുനാമി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആ സുനാമി കൊണ്ടുവന്ന സമയത്ത് ഇവിടെ സുനാമി അടിക്കാത്ത ഏതെങ്കിലും ഭാഗത്ത് നിന്ന് സുനാമി റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? വെള്ളപ്പൊക്കം ഉണ്ടായ പ്രളയം ഉണ്ടായ സമയത്ത് പ്രളയത്തിന്റെ നടുക്ക് പോയി നിന്നിട്ടല്ലാതെ പ്രളയത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതൊന്നും ലൈഫ് റിസ്ക് എടുത്തിട്ട് തന്നെയാണ്. എന്നാൽ ഇതിനനുസരിച്ച് പിന്നെ അവർക്ക് അവരുടെ ജീവൻ പൊലിഞ്ഞാൽ ആരെ നഷ്ടപരിഹാരം ചെയ്യും? അവരുടെ ജീവൻ അപകടം ഈ പലർക്ക് ഇൻഷുറൻസ് പോലും ഉണ്ടാവില്ല, ലൈഫ് ഇൻഷുറൻസ് പോലും ഇല്ലാത്ത ആൾക്കാരെ മാധ്യമപ്രവർത്തകർ കൂടുതൽ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ജീവൻ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അവരാരെങ്കിലും ചെയ്യൂ? ഇല്ല. അപ്പൊ ഇതിനെ ഹൈന്ദവ രീതിയിൽ ഹൈന്ദവ ഉത്സവങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കിടയിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ പറയുന്ന പഹൽഗാം തീവ്രവാദ ആക്രമണം ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ തൃശ്ശൂർ മുണ്ടത്തിക്കാട് നടന്നിരിക്കുന്ന ഈ പറയുന്ന ഈ വെടിക്കെട്ട് അപകടത്തെ അവർ കൂട്ടി വായിക്കുന്നത്. എത്ര ഭീകരമായ അവസ്ഥയെന്നറിയത്? ഒരു 10 പേര് കൂടിയാൽ മതി. നമ്മുടെ കേരളത്തിൽ ഒരു വർഗീയ ലഹള ഉണ്ടാവും. ഒരു 10 പേര് മറിച്ച് ചിന്തിച്ചാൽ മതി, ഒരു വർഗീയ ലഹളയെ നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം എത്തിപ്പോകും. ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഒരിക്കൽ പോലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു ആഹ്വാനം എന്നുള്ള നിലയിലേക്ക് ഒരിക്കൽ പോലും പോകാൻ പാടില്ല. പഹൽഗാം ആക്രമണവുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുന്നു. അങ്ങനെ മറ്റു പല ഭീകരവാദി ആക്രമണങ്ങളുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിനെ വായിക്കാൻ കഴിയുന്ന ഒന്നാണോ എന്നുള്ളതാണ്. അത് അങ്ങനെ വരുത്തി തീർക്കാനാണ് ഇവരുടെ ശ്രമം. അത് കാണാനും അത് അംഗീകരിച്ചു കൊടുക്കാനും ആൾക്കാരുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും അതെ. ഇപ്പം നമ്മൾ നോക്കുള്ളൂ, കഴിഞ്ഞ തവണ പൂരം കലക്കി എന്ന് പറയുന്നത്, പൂരം കലക്കി അവിടെ കലക്കിയത് ആരാണ്, എങ്ങനെയാണ് കലങ്ങിയതെന്നറിയാം. അവിടെ ഒരു അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ അപമാനിക്കലല്ല അവിടെ നടന്നത്. അതിന്റെ ഇത്തവണ നോക്കൂ, ഇവിടെ ഇത്തവണ എന്താണ് തിരുവമ്പാടിക്കാര് പറയുന്ന പൂരം ചടങ്ങുകളോടുകൂടി മാത്രം നടത്താൻ വലിയ ആർഭാടം ഒഴിവാക്കിക്കൊണ്ട് പൂരം നടത്തും. പ്രൈം ഇത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ വെടിക്കെട്ട് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് നിൽക്കും, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഇത് മനുഷ്യത്വമാണ്. അതല്ലേ ചെയ്യേണ്ടത്? ഈ പറയുന്ന ഇത്രയും മതി, 10-13 ആൾക്കാർ മരണപ്പെട്ടു, ഇനിയും ആൾക്കാർ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ആശുപത്രിയിൽ കഴിയുന്നു. ഈ സാഹചര്യത്തിൽ തിരുവമ്പാടിക്കാരെടുത്ത ആ ഒരു നിലപാട് സ്വാഗതാർഹമാണ്. അപ്പം ഇവിടെ പിന്നെ അവർ പറയുകയാണ്, തിരുവമ്പാടിക്കാർ വേറൊരു ആരോപണം ഉന്നയിച്ചാലോ, ഞങ്ങൾക്ക് അതൊന്നും നോക്കാൻ കാര്യമില്ല, ഞങ്ങൾക്ക് പൂരം ഭംഗിയായി നടക്കണം എന്നുള്ള ചിന്താഗതിയാണ് വരുന്നതെങ്കിൽ അവിടെ മനുഷ്യത്വം ഇല്ല. അവിടെ എങ്ങനെയാണ് മനുഷ്യത്വം പറയുന്നത്? പൂരം ഗംഭീരമാക്കാനല്ലേ ആ പാവങ്ങൾ അത്രയും പേര് ഈ സ്വന്തം ജീവൻ പണയപ്പെടുത്തി. ഒരു തരി വീണാ മതിയെന്നേ, ഒരു കത്തി എല്ലാം കൂടെ നശിച്ചു പോവാൻ. നമുക്കറിയാവുന്നതല്ലേ വെടിക്കെട്ട് എന്ന് പറയുന്ന ഒരു സാധനം. പുറ്റിങ്ങൽ അതിന്റെ നടുക്ക് ഇതുവരെ നമുക്ക് മാറിയിട്ടില്ല. 100-ലധികം ആളുകളാണ് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെടുന്നത്. അങ്ങനെ കേരളത്തിൽ എവിടെയില്ല. 95 മാവേലിക്കരയിൽ വെടിക്കെട്ട് അപകടം ഉണ്ടാകുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു 12ഓളം ആൾക്കാരാണ് മരണപ്പെട്ടത്. മലനടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിരവധിയായ വെടിക്കെട്ട് അപകടങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുകയാണ്. ഇതിനകത്തൊക്കെ എവിടെയാണ് അട്ടിമറി നടന്നിട്ടുള്ളത്? ഇതിനേക്കാൾ അധികം ആൾക്കാരാണ് പുറ്റിങ്ങൽ മരിച്ചത്. എന്നിട്ട് എന്തുകൊണ്ടാണ് അന്ന് ഇതുപോലെ ഒരു ആരോപണം ഉന്നയിക്കുകയായിരുന്നത്? ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ കടന്നു കയറിക്കൊണ്ട് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളുടെ ഹിന്ദു വികാരം വ്രണപ്പെടുത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന മനഃപൂർവ്വമായ ശ്രമമാണ് ഇതെന്ന് എന്താ അന്ന് ആരും പറയാതിരുന്നത്? അന്ന് ഇത്രത്തോളം എത്തിയിട്ടില്ല. അന്ന് ഇത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് വർഗീയത്തിന്റെ വിഷം ആരും എത്തിച്ചിട്ടില്ല. അതിന്റെ പ്രശ്നമാണ്. അന്ന് ആർക്കും ഇതിനെക്കുറിച്ച് പറയണ്ട. അന്നുണ്ടായ നടുക്കത്തിൽ ഈ പറയുന്ന മുസ്ലിങ്ങളും പിന്നെ ക്രിസ്ത്യൻസും ഹിന്ദുക്കളും എല്ലാം കൂടെ ഒരുമിച്ചാണ് ജീവൻ വാരി പിടിച്ചുകൊണ്ട് ഓടിയത്. ഈ പറയുന്ന ആംബുലൻസ് ഡ്രൈവർമാരിൽ പല മതക്കാരുണ്ടാവും. അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ, അവരെ റിസീവ് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുന്ന ആശുപത്രിയിൽ എല്ലാ തരത്തിലുള്ള ചികിത്സയും കൊടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്ന കൂട്ടത്തിൽ പല മതക്കാരുണ്ടാവും മെഡിക്കൽ കോളേജിൽ. എന്താ ഇതൊന്നും ആളുകൾ മനസ്സിലാക്കാതെ പോകുന്നത്? ഈ രീതിയിൽ ആണ് വിഷപ്രചരണം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നേ. കേരളത്തിൽ ഈ പറയുന്ന 3000 ആൾക്കാർ തിരിച്ചു ചിന്തിച്ചാൽ പോരെ? കമന്റ് ചെയ്തവരുടെ കാര്യമാണ് പറയുന്നത്. കമന്റ് ചെയ്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ 3000 ആൾക്കാരൊന്ന് ചിന്തിച്ചാൽ മതി. ഇവർക്ക് വളരെ ഈസിയാണെന്നേ. ഒരു വീട്ടിനകത്തിരുന്ന് മുറിക്കകത്തിരുന്നു കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്തരം കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ വിദ്വേഷ പ്രചരണം നടത്തുന്ന വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. മുറിക്കകത്തോ അല്ലെങ്കിൽ ഓടുന്ന വാഹനത്തിനകത്തിരുന്നോ ഈ പറയുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇതുണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. നമ്മുടെ കേരളത്തിന്റെ
സാമൂഹിക സമാധാന അന്തരീക്ഷത്തെ അതില്ലായ്മ ചെയ്ത് കളയും. എന്തുകൊണ്ടാണ് ഇവരൊന്നും ചിന്തിക്കാത്തത്? എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു പൊതുവിടമാണ് അത് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം മറ്റേ വിഷുവിന്റെ ആശംസ ഒരു മന്തി കഴിക്കുന്നത് അതിന്റെ അടുത്ത് ഗുരുവായൂർ മീൻസ് ഒരു ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്ന പടം വെച്ചിട്ടുള്ള അത് വലിയ രീതിയിൽ വിവാദമായി. ഹോട്ടൽ ഉടമ അവസാനം മാപ്പ് പറഞ്ഞ് ഇത് പിൻവലിച്ച് പോവുകയൊക്കെ ചെയ്തു. പിന്നെ ഷൂവിന്റെ ചെരുപ്പിന്റെ പരസ്യം ഇതെല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഈ ഭീകരാക്രമണവുമായിട്ടും ഈ പറയുന്നത് തൃശ്ശൂർ നടന്ന വെടിക്കെട്ട് അപകടവുമായിട്ടെല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഈ പോസ്റ്റ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ആ ദുഷ്ടലാക്കി ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മന്തിക്കട നടത്തുന്നവൻ അവിടെ കൊണ്ടുവന്നിട്ട് പായസത്തിന്റെ പടം വെച്ചാൽ ആൾക്കാർ കയറില്ല. അതൊക്കെ ഒരു ബിസിനസ് ട്രാക്കാണ്. പിന്നെ അതില് പിന്നെ ഈ പറയുന്ന ഹിന്ദു വികാരം മരണപ്പെട്ടു എന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലൊന്നുമല്ല. പിന്നെ എന്താ പറയാ, ഒരു ലോജിക്കലി ചിന്തിക്കുമ്പോൾ തെറ്റായി പോയി. ഇവിടെ നമുക്കറിയാം രാമായണത്തിനകത്ത് സീതാദേവി പിന്നെ എന്താ മൃഗത്തിന്റെ മാംസം ഉണക്കുന്ന സമയത്താണല്ലോ അവിടെ മാരീജം എത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പിന്നെ അവിടെയും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരി തന്നെയാണ് ഈ പറയുന്ന പോലെ. അതുകൊണ്ട് ഈ ചെയ്ത് തെറ്റല്ല എന്നല്ല പറയുന്നത്. അതൊരിക്കലും എന്താ പറയാ ശ്രീകൃഷ്ണനെ കൊണ്ടുവന്ന് ഇപ്പൊ അജു വർഗീസ് എന്ന് പറയുന്ന ഒരു സിനിമ നടൻ ഒരു ലോൺ ആപ്പിനകത്ത് അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചു, ഒരു ലോൺ ആപ്പിനകത്ത്. പക്ഷെ ആ ലോൺ ജനങ്ങളെ അല്ലെങ്കിൽ ആ ആപ്പ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദേശം കൊടുത്ത് ആൾക്കാരെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അജു വർഗീസ് അതിനെതിരെ നിയമ നടപടിക്ക് പോയി. തന്റെ അനുവാദമില്ലാതെ തന്റെ ചിത്രം ഈ ലോൺ ആപ്പിനകത്ത് ഉപയോഗിച്ചു. കാരണം എന്നിട്ട് മറ്റൊരു ആഹ്വാനം കൂടി നടത്തി, മറ്റു ജനങ്ങളോട് നിങ്ങൾ അധ്വാനിക്കുന്ന പണം ഒന്നും നോക്കാതെ ഒരിടത്തും കൊണ്ടുവന്നിടാൻ പാടില്ല എന്ന് പൊതുജനത്തിനോട് പറയുകയും ചെയ്തു. അപ്പം ഈ രീതിയിൽ പോലും ഉള്ള ഒരു സാഹചര്യത്തിൽ ശ്രീകൃഷ്ണന്റെ പടം മന്തിക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് അങ്ങനെ തന്നെയാണ്. കാരണം ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിനകത്ത് ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞാൽ പ്രദർശിപ്പിക്കുന്ന പോലും തെറ്റാണ്. അപ്പം ഹിന്ദു വിശ്വാസത്തിന് അനുസരിച്ചിട്ട് എല്ലാം അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം യേശുക്രിസ്തുവിനെ കൊണ്ടുവന്നിട്ട് വേറെ എവിടെയെങ്കിലും ഇരുത്തുന്നതായിട്ട് വീണ വായിച്ചുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തുവിനെയോ അല്ലെങ്കിൽ ഓടക്കുള്ളിൽ പുല്ലാങ്കുള്ളിൽ വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തിനു ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്ന ചെരുപ്പിന്റെ പരസ്യത്തിൽ യേശുക്രിസ്തുവിനെ കാണിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ പിന്നെ ക്രിസ്ത്യാനികൾക്ക് അംഗീകരിക്കാൻ കഴിയും? ഇല്ല. അതെല്ലാം അവരുടെ വിശ്വാസങ്ങൾക്ക് അപ്പുറമാണ്. വിശ്വാസങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്ന കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അത് വേറൊരു കാര്യം. പക്ഷെ ഇവിടെ അതുമായി കൂട്ടിച്ചേർത്ത് വായിക്കാൻ പാടില്ല. ഇവിടെ അതുകൊണ്ടല്ല, പുള്ളിയുടെ ഇഗ്നോറൻസ് കൊണ്ടാണ്. അതായത് ആ പറഞ്ഞ ആളിന്റെ, ആ മന്തി കച്ചവടക്കാരന്റെ ഇഗ്നോറൻസ് ആണ്, അറിവില്ലായ്മ കൊണ്ടാണ് പുള്ളി അങ്ങനെ ചെയ്തത്. അല്ലാതെ അവിടെ ഏതെങ്കിലും ഒരു മതത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല. വിഷുവിന്റെ ഡയറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷുവിനെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണനാണ്. അപ്പം വിഷുവിന്റെ എപ്പോഴും എല്ലാവരും കാണുന്ന വിഷുവിന്റെ പ്രധാനപ്പെട്ട അടയാളം ഒന്ന് ശ്രീകൃഷ്ണ. അതേ പുള്ളി ചെയ്യുന്ന ബിസിനസ് എന്താ? മന്തി ബിസിനസ് ആണ്. അത് രണ്ടുകൂടെ ചേർത്ത് വെച്ചു. പുള്ളിക്ക് അതിനകത്ത് മതവികാരം വ്രണപ്പെടുമെന്നല്ല ചിന്തിച്ചത്. ശ്രീകൃഷ്ണനെയാണ് എല്ലാവരും ഇതിനായിട്ട് കാണുന്നത്. അപ്പൊ പുള്ളിയുടെ പ്രോഡക്റ്റ് വെച്ചു. ഇപ്പൊ പുടവ, നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ശ്രീകൃഷ്ണന്റെ പടം വെച്ചിട്ട് 3-4 പിന്നെ പുടവയുടെ ചിത്രം വെച്ച് കഴിഞ്ഞാൽ വിഷയം വരുന്നില്ല. അവരുടെ പ്രോഡക്റ്റ് ആണ് വിൽക്കുന്നത്. അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ പുള്ളിക്ക് തെറ്റ് പറ്റിയെന്ന് പുള്ളി മനസ്സിലാക്കിയത് കൊണ്ട് അതിനോട് പുള്ളി മാപ്പ് പറഞ്ഞു. അത് കഴിഞ്ഞു, വിഷയം കഴിഞ്ഞു. പക്ഷെ അതിനെ ഇതുമായി കണക്ട് ചെയ്യാൻ പാടില്ല. അതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കെണി മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ച് ചെയ്തു എന്ന തരത്തിൽ പറയുന്ന ഇത്തരം വ്യാജമായ പ്രചരണങ്ങൾ സത്യത്തിൽ അവസാനിപ്പിക്കേണ്ടതാണ്. അത് നമ്മുടെ നാടിനാണ് ദോഷം. അത് നമ്മുടെ ഇനിയും വരുന്ന തലമുറ അത് തിരിച്ചറിയുക തന്നെ വേണം. തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ വ്യാജ പിന്നെ പ്രചരണങ്ങൾ നടത്തുക. പഹൽഗാം ഭീകരാക്രമണം ഇതുമായിട്ട് എന്താ ബന്ധം? അല്ല, നമ്മൾ ആലോചിച്ച് നോക്കണം, ഇതുമായിട്ട് എന്താ ബന്ധം? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സാധനം തൃശ്ശൂർ പൂരം നടക്കുന്ന നഗരിയിലിട്ട് ചെയ്താൽ പോരെ? ഇത്രയും വർഷക്കാലമായല്ലോ തൃശ്ശൂർ പൂരം നടക്കാൻ തുടങ്ങിയിട്ട്. എപ്പോഴെങ്കിലും തൃശ്ശൂർ പൂരം നടക്കുന്നിടത്ത് ഇങ്ങനെ ഒരു അട്ടിമറി ഏതെങ്കിലും ഒരു കാലത്ത് നടന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ കഴിഞ്ഞ കാലം അത്രയും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. എത്ര വർഷങ്ങളായിട്ട് നമുക്കൊക്കെ ഓർമ്മയൊക്കെ വെക്കുന്നുണ്ട്. നമുക്കും നമ്മുടെ മുത്തശ്ശന്മാർക്കൊക്കെ ഓർമ്മ വെക്കുന്നതിന് മുമ്പായിട്ട് തുടങ്ങിയതാണ് ഈ പൂരം. എന്നിട്ട് നാളെ ഇതുവരെയായിട്ട് എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇതിനെ കൂട്ടിച്ചേർത്ത് വായിച്ചുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരികമായി കേരളത്തെ ഉയർത്തിപ്പിടിക്കുന്ന തൃശ്ശൂർ പൂരം പോലെ ഒന്നിനെ ഈ രീതിയിൽ കണ്ടുകൊണ്ട് അവിടെ ഒരു വിവാദത്തിന് വഴിമരുന്നിടരുത് എന്ന് മാത്രമാണ്. വിവാദത്തിന് മാത്രമല്ല, നമ്മുടെ കേരളം 2 ചേരിയായി തിരിഞ്ഞു നിന്ന് പരസ്പരം യുദ്ധം ചെയ്ത് ചോര പൊടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഒരിക്കൽ പോലും പോകാൻ പാടില്ല. ഇനി
സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വളരെ കൃത്യമായി വെരിഫൈ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലൊക്കെ ചിന്തിക്കേണ്ടി വരുമെന്നേ. കാരണം മതമൈത്രിയുടെ കാര്യത്തിൽ കേരളം എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അത് ഇപ്പോൾ നമ്മൾ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടേതിന് സമാനം ഉത്തർപ്രദേശ് പോലെയോ ഗുജറാത്ത് പോലെയൊക്കെ നമ്മളെ മലയാളികൾ ചിന്തിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരികമായ ഉന്നമനത്തെ അല്ല സൂചിപ്പിക്കുന്നത്, സാംസ്കാരികമായ അധപ്പതനത്തെയാണ് ശരിക്കും ഇത് ചൂണ്ടിക്കാണിക്കുന്നത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്.